ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശക്, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ മേരെ സാഥിയോ. ഓക്കെ, വി വിൽ ആൾസോ സ്റ്റഡി ഹൗ ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി വിത്തിൻ ടൈപ്സ്. I promise you 100% you will speak, not will, you should speak English, Hindi, Malayalam, Tamil, Nepali, etc. within days. So you should have to watch my channels continuously, otherwise you can't. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായി എൻ്റെ ചാനലുകൾ വീക്ഷിക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, നേപ്പാളി, ഇനിയും ഭാഷകളുണ്ട്, തുടങ്ങിയ ഭാഷകൾ വശ്യമായി സംസാരിക്കാനും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്, 100%. പക്ഷേ നിങ്ങൾ എൻ്റെ ചാനലുകൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കണം, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംസാരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നോക്കാം, നമ്മൾ പറയും ഇപ്പോൾ ഇന്ന് അല്ലേ, ടുഡേ മീൻസ് ഇന്ന് അല്ലേ, അതായത് ഹിന്ദിയിൽ പറയുന്നത് ആജ്. ദെൻ യെസ്റ്റർഡേ കൽ, ടുമോറോ നാളെ, അതിനും കൽ എന്നാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൽ യൂസ് ടു ഷോ യെസ്റ്റർഡേ ആൻഡ് ടുമോറോ. ആജ് എന്ന് പറഞ്ഞാൽ അല്ലേ, നാളെ, തമിഴ് നാളെ അല്ലേ, അതുപോലെ നേത്ത്, അതുപോലെ ഇന്ന് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഷയിലും വരുന്ന വ്യത്യാസം ഇതൊക്കെ നമുക്ക് നമ്മളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും, കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുപോലെ ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ, നീ, നിങ്ങൾ, നമ്മളെയും താങ്കൾ, വിത്ത് റെസ്പെക്റ്റ്. അപ്പോൾ നീ എന്നുള്ളതിന് ഹിന്ദിയിൽ തു, നിങ്ങൾ തും അല്ലേ, അതുപോലെ താങ്കൾ എന്നുള്ളതിന് ആപ്പ് എന്ന വാക്കാണ്. എന്നാൽ ഇംഗ്ലീഷിൽ യു എന്ന വാക്ക് മാത്രമേ വയ്ക്കൂ. അത് നീയാവാം, നിങ്ങളാവാം, താങ്കളാവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ വളരെയധികം സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഇരിക്കുക അല്ലേ, ഇരിക്കുക എന്നുള്ളത് അല്ലേ, സിറ്റ് ഡൗൺ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ, ബൈഠിയേ, ബൈഠോ അല്ലേ, ബസ്നോസ്ത്, ഹിന്ദിയിൽ ബസ്നോസ് അല്ലേ, അതുപോലെ ഇങ്ങനെ പറയും. അതുപോലെ നേപ്പാളിയിൽ പറയും തു, തിമി, തപ്പായി എന്നൊക്കെയാണ് നേപ്പാളിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ യു എന്നുള്ള നീ, നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആ ഭാഷയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, എൻ്റെ ചാനലുകൾ ഒന്നുകൂടി കാണുക. ഞാനതിൻ്റെ ലിങ്ക് കാണുക മാത്രമല്ല, ഞാൻ അതിൻ്റെ ലിങ്കാണ് നിങ്ങളൊക്കെ ഉറപ്പിക്കുന്നത്. ഇൻ യൂട്യൂബ് മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. സബ്സ്ക്രൈബ് it, otherwise you can get the continuation of the classes. Then you share it as you can. അതുപോലെ ഇൻസ്റ്റാഗ്രാം മൈ ലിങ്ക് പ്രകാശ് ടി കെ 7, following and share. Then Facebook my link step up with English 108 108, that also follow and share. Okay, then good night, Shubh Ratri.